ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്ക് പറയാറുണ്ട്, കാറ്റസ്ട്രോഫെ. അതൊരു ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായതാണ്, കാറ്റസ്ട്രോഫെയിൻ. കാറ്റ എന്ന് പറഞ്ഞാൽ ഡൗൺ, സ്ട്രോഫെയിൻ എന്ന് പറഞ്ഞാൽ റൺ ഓർ റൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടേൺ അറൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ ഇപ്പോൾ ഒരു വാക്കുകൊണ്ട് കളിക്കുന്നതെന്നായിരിക്കും അല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ഒത്തിരി നെഗറ്റിവിറ്റി ഉള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ വളരെ സ്മൂത്തായി പോകുമ്പോൾ പെട്ടെന്നൊരു രോഗം കുടുംബത്തിൽ പിടിപെട്ട്, ഒരാൾക്ക് ക്യാൻസറാണെന്നറിയാം. എല്ലാം സ്മൂത്തായി പോകുമ്പോൾ പെട്ടെന്ന് ബിസിനസ്സിലൊരു വലിയ തകർച്ച അങ്ങ് സംഭവിക്കുക. എല്ലാം സ്മൂത്തായി പോകുമ്പോൾ മോൾ ഒരു അന്യജാതിനെ അങ്ങ് പ്രണയിക്കുക. എല്ലാം സ്മൂത്തായി പോകുമ്പോൾ ഭർത്താവ് ഡിവോഴ്സ് വേണമെന്ന് പറയാം. എല്ലാം സ്മൂത്തായി പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ മരിക്കുക, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ നമുക്കൊരു കാറ്റസ്ട്രോഫ്, അതായത് ഒരു നശീകരണം ഉണ്ടായി എന്നാണ് പലരും വിചാരിക്കുക. ഒരു നാമാവശേഷം ഉണ്ടായി, ഒരു തകർച്ച ഉണ്ടായി എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ ഒറിജിനൽ വാക്കർത്ഥത്തിൽ നോക്കിയാൽ ഒരു തിരിച്ചുവരവുണ്ടായി എന്നാണ് അതിനർത്ഥം. ഒരു ടേൺ അറൗണ്ട്, സംതിങ് ഗുഡ് ഈസ് ഹാപ്പനിങ്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മൾ പാടേ തീർന്നു എന്ന ചിന്ത നമ്മൾ മാറ്റിവെച്ചിട്ട് ആ ഒരു കഷ്ടം ദൈവം അനുവദിച്ചത് വലിയ ഒരു നന്മ കൊണ്ടുവരാനാണ് എന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുക, പറയുക, അത് യാഥാർത്ഥ്യമാക്കുക എന്നതാവണം 11-ാം തീയതി നമ്മൾ നട്ടുവളർത്തുന്ന സ്വഭാവം. ഏത് 11 2024 ഡിസംബർ 1 മുതൽ ജനുവരി 1 വരെ 30 ദിവസം നമ്മൾ 30 പുതിയ സ്വഭാവങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്ലാസ്സാണ്. ഹാബിറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 11-ാം ദിവസമാണ്. ഇന്ന് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹാബിറ്റിൻ്റെ പേരാണ് ടേൺ അറൗണ്ട് ഹാബിറ്റ്. അതായത് എന്ത് അപകടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നടന്നാലും അതിൽ തളരാതെ അതിൽ നിന്നൊരു നന്മ കണ്ടെത്തി മുന്നോട്ട് കുതിക്കും ഞാനെന്നുള്ള ഒരു തീരുമാനം. അത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 8:28 റോമാലേഖനം 8:28 എല്ലാവർക്കും കാണാതെ അറിയുന്ന വചനമാണ്. അതായത് തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതായത് ആരെങ്കിലും ഒരാൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിച്ചാൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അതായത് അവൻ്റെ നാമത്തെ പ്രതി വിളി കിട്ടിയവർക്കും. 2 കാര്യങ്ങളാണ് അവിടെ. 1 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, 2 തൻ്റെ പദ്ധതി അനുസരിച്ച് വിളി കിട്ടിയവർക്ക്. തൻ്റെ പദ്ധതി അനുസരിച്ച് വിളി, അത് ആരാന്നുള്ളത് ഗലാത്യർ 1:5 പറയും. അത് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതി കിട്ടിയവർ, ദൈവത്തിൻ്റെ ദത്തുമക്കൾ. അപ്പോൾ 2 കണ്ടീഷൻസ്: 1 ദൈവത്തെ സ്നേഹിക്കുക, 2 ദൈവത്തിൻ്റെ ദത്തുമക്കളാകുക. ഇങ്ങനെ ആയവർക്ക് സകലതും നന്മക്കായി ഭവിക്കുമെന്നാണ്. ഐ റിപ്പീറ്റ്, സകലതും നന്മക്കായി ഭവിക്കും. നിങ്ങൾ ഒരാൾ കളിയാക്കിയാലും, കുറ്റപ്പെടുത്തിയാലും, ചീത്ത പറഞ്ഞാലും, ഉപദ്രവിച്ചാലും, രോഗം തന്നാലും, ആക്സിഡൻറ്റ് തന്നാലും, കൊല്ലം നടന്നാലും, ഡിവോഴ്സ് നടന്നാലും, എന്ത് നടന്നാലും അതിനകത്ത് നിന്ന് ഒരു നന്മ പിതാവായ ദൈവം കൊണ്ടുവരും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുക. ഞാൻ അപ്പനെ അറിയാവുന്നവനാണ്, അതായത് പ്രപഞ്ച സൃഷ്ടാവ് എൻ്റെ അപ്പനാണെന്ന് ബോധ്യമുള്ളവനാണ്. ആ പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് വിളി കിട്ടിയത് കൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന ഉത്തമ ബോധ്യം നമ്മളുടെ സ്വഭാവത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും.